ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ എങ്ങനെയാണ് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നത്. നമുക്കൊരു ഖുർആനിക് റൂട്ട്സ് അക്കാഡമി എന്ന് പറയുന്ന ഒരു ഇതുണ്ട് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ പേരാണ്. അൽഹംദുലില്ലാഹ് വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ മദ്രസകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറ്റം പറയല്ല, ഉള്ളത് പറയാണ്. ആദ്യമേ നമുക്ക് കുട്ടികൾക്ക് അക്ഷരങ്ങളുടെ പകരമായിട്ട് അദബുൻ ഇബറും അല്ലെങ്കിൽ അബുൻ ഇബറും ഇങ്ങനെയൊക്കെയാണല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഖുർആൻ ഓതാൻ അല്ലെങ്കിൽ അറബി വായിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ ആദ്യമേ അക്ഷരങ്ങൾ പഠിപ്പിക്കും. അതിന് ശേഷം അതിന് ഫത്തഹും കസറും ഒക്കെ ഇട്ടിട്ട് പിന്നെ പദങ്ങൾ പഠിപ്പിക്കും. പിന്നെ അതിന് ശേഷം സെൻറ്റൻസുകൾ പഠിപ്പിക്കും. അതിന് ശേഷം ഓരോ പാരഗ്രാഫുകളിലേക്ക് എടുക്കും. പിന്നെ ഖുർആൻ ഓതാൻ പഠിപ്പിക്കും. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഇതുവരെ പഠിപ്പിച്ചു പോകുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആക്കി തരട്ടെ പടച്ചോന്. അപ്പോൾ ഈ ഒരു രീതിയിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയാണ് ഞാൻ ആ ഒരു ഉമ്മമ്മയെ പഠിപ്പിച്ചെടുത്തത്. പെട്ടെന്ന് തന്നെ 20 ദിവസം കൊണ്ടാണ് നമ്മൾ പഠിപ്പിച്ചെടുത്തത്. അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ അവരിപ്പോൾ ഖുർആൻ ഓതാനൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് തജ്വീദിൻ്റെ നിയമങ്ങളും അനുസരിച്ച് വേണം ഓതാനായിട്ട്. അതിന് നമുക്ക് വേറെ ക്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഖുർആൻ ഓതാൻ പഠിക്കാനുള്ള ക്ലാസ്സിനെ കുറിച്ചാണ് പറയുന്നത്. തജ്വീദിൻ്റെ ക്ലാസ്സിനെ കുറിച്ചും താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ ഓതാൻ പഠിക്കാനുള്ള ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജോയിൻ ചെയ്യല ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതായത് ഒരു ദിവസം നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളല്ല കേട്ടോ. ബാച്ചായിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ട്, പേഴ്സണലായിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ട്. രണ്ടും നല്ല ഡിഫറൻസും ഉണ്ട്. ബാച്ചായിട്ട് വരുമ്പോൾ വരുന്ന ഫീ എന്ന് പറയുന്നത് 800 ആണ്, 800 രൂപ. മറ്റേതാകുമ്പോൾ 1000 രൂപയാണ് ഫീ വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത പ്രായപരിധി ഇല്ല എന്നുള്ളതാണ്. ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ഒക്കെ നമ്മൾ രക്ഷിതാക്കൾക്കും ഒക്കെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സമയമില്ല എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള ആരുടെ നമ്പറും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അതായത് നിങ്ങളുടെ നമ്പർ വേറെ ആർക്കും കാണാൻ പറ്റില്ല. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾക്കും വേറെ നമ്പറും കാണാൻ പറ്റില്ല. ഓക്കെ, അഡ്മിന് മാത്രമേ പരസ്പരം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അഡ്മിൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കോൾ അറ്റൻഡ് ചെയ്യണേ ജോയിൻ ചെയ്യുന്നവർ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ ഒക്കെ ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഹൈറാക്കി തരട്ടെ. എല്ലാം എന്തായാലും നിങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും. വിശ്വസിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്തായാലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും 20 ദിവസത്തിനുള്ളിൽ ഖുർആൻ ഓതാൻ പഠിക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. ഇന്നത്തെ ജീവിതത്തിൻ്റെ ക്ലാസ് വേണ്ടവരും അതിൽ ജോയിൻ ചെയ്തോളൂ. ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി ഏതാണ് വേണ്ടത് എന്നുള്ളത് കേട്ടോ. അതിന് വേറെ ഫീ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അംഗമാവുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. എല്ലാവർക്കും നബിദിനാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.